പ്രിയമുള്ളവരെ നമസ്കാരം. മരണം എല്ലാവർക്കും ഒരേ നീതി വിധിക്കുന്ന ഒരു ന്യായാധിപനാണ്. ഞാനിത് പറയാൻ കാരണം, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ക്രിസ്ത്യൻ വ്യക്തി. അദ്ദേഹം വളരെ വലിയൊരു സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. പള്ളിയിലൊക്കെ വരുമ്പോൾ, ക്രിസ്ത്യൻ പള്ളികളിൽ അദ്ദേഹം കുർബാനയ്ക്കൊക്കെ വരുന്ന സമയത്ത് അലക്കി തേച്ച വെളുത്ത ഷർട്ടും മുണ്ടും, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പൂശുന്ന സുഗന്ധം, ഇതൊക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനന്ന് ഏകദേശം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. ആ മരണസമയത്ത് ഞാൻ ഈ പള്ളിയിൽ കുർബാനയ്ക്ക് കൂടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഓൾട്ടർ ബോയ്സ് എന്ന് പറയും. ക്രിസ്ത്യൻസ് അച്ഛന്മാരെ സഹായിക്കാൻ അങ്ങനെ കുട്ടികൾ ആൾട്ടർ ബോയ്സ് ആയിട്ട് നിൽക്കും. അപ്പം അന്ന് ഇദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. അത്രയും സമയം വളരെ നല്ല വെയിലും നല്ല ബ്രൈറ്റ് കാലാവസ്ഥയുമായിരുന്ന ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ മഴ ആരംഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം പള്ളിയിലെ ശുശ്രൂഷകൾ കഴിഞ്ഞു. അവസാനം സെമിത്തേരിയിലെത്തി. അദ്ദേഹത്തിൻ്റെ ആ ശവം അടക്കം ചെയ്യേണ്ട കുഴിയിൽ നിറച്ച് ചെളിവെള്ളം നിറഞ്ഞിട്ട് ഈ കുഴി വെട്ടുന്നവർ അത് തേകിക്കളയും, വീണ്ടും അത് നിറയും. വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഈ ശവശരീരത്തിൽ ധരിപ്പിച്ചിട്ടുള്ള തൂവെള്ള വസ്ത്രവും മുണ്ടും അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിട്ടുള്ള പുഷ്പകിരീടവും ഒക്കെ പെട്ടിയിലൊക്കെ നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കുറേ സമയം കാത്തിരുന്നിട്ട് മഴ കുറയാതായപ്പോൾ പള്ളിയിലെ വികാരിയച്ഛൻ പറഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോകണം, മഴ കഴിയുമ്പോൾ സംസ്കരിക്കാം. അങ്ങനെ എല്ലാവരും പോയി. അച്ഛനും കുഴിവെട്ടുകാരും കുറച്ച് പേര് ഞങ്ങൾ കുട്ടികളും ഉണ്ട്. കുറേ കാത്തിരുന്നിട്ടും ഈ മഴ കുറയാതെ ആയപ്പോൾ അവിടെ വലിച്ചു കെട്ടിയ ഒരു ടാർപ്പായുടെ അടിയിലാണ് ഞങ്ങളെല്ലാവരും നിന്നത്. പലവട്ടം ഈ ചെളിവെള്ളം തേകിക്കളഞ്ഞിട്ടും അതീവ ശക്തിയായിട്ട് വീണ്ടും വെള്ളം നിറയുകയാണ്. അവസാനം ആ ശവമഞ്ചം ആ ചെളിയിൽ തന്നെ താഴ്ത്തുന്ന ഒരു സങ്കടപരമായിട്ടുള്ളൊരവസ്ഥ കണ്ടിട്ട് ഞാൻ വല്ലാത്തൊരു ഭയപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ വസ്ത്രം മുഴുവനും ചെളിയിൽ കുതിർന്ന് അവസാനം ആ മണ്ണിട്ട് മൂടുകയായിരുന്നു. ഇതാണ് മനുഷ്യൻ്റെ അവസാനത്തെ അവസ്ഥ. മരണം എല്ലാവർക്കും തുല്യനീതി കൽപ്പിക്കുന്ന ന്യായാധിപനാണ്.